ഹായ്, എൻ്റെ പേര് ടെക്സി. നമ്മൾ കാനഡ, UK പോലുള്ള കൺട്രീസിൽ സ്റ്റഡി അബ്രോഡിന് പോകുന്ന ഒട്ടുമിക്ക, അതായത് ഒരു 80% കുട്ടികളുടെയും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ് തന്നെയാണ്. അതിലൊരു 20% ആളുകൾ മാത്രമായിരിക്കും സ്റ്റഡീസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്റ്റഡി കഴിഞ്ഞിട്ട് ചെയ്യാം, ജോലി നല്ലപോലെ നോക്കാം, ജസ്റ്റ് ഫീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള എമൗണ്ട് മതി എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ. ബാക്കി കൂടുതൽ ആളുകളും കുറച്ച് ജോലി കൂടുതൽ ചെയ്തിട്ട് ക്യാഷ് ഒക്കെ വീട്ടിലേക്ക് അയക്കാം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് പോകുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് വർക്കിംഗ് അവേഴ്സിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ April 29 ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ പുതിയൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വർക്കിംഗ് അവേഴ്സിനകത്ത്, അതായത് പാർട്ട് ടൈം വർക്കിംഗ് അവേഴ്സിനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അതായത് നമുക്ക് ഈ പാൻഡമിക് സിറ്റുവേഷൻ്റെ ടൈമിനകത്ത് അവരൊരു ടെമ്പററി പോളിസി എന്നോണം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലേബർ ഷോർട്ടേജ് ഒക്കെ വന്നതുകൊണ്ട് വർക്കിംഗ് അവേഴ്സ് ഒരു 20 hours മേലെ വർക്ക് ചെയ്യാം. അതായത് ഇപ്പം PR പോകുന്നവർക്കാണെങ്കിലും സ്പൗസ് വിസയിൽ പോകുന്നവർക്കാണെങ്കിലും ഒക്കെ വർക്കിംഗ് അവേഴ്സിനൊരു ലിമിറ്റ് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എത്ര ടൈം, ഇപ്പോൾ ഇത് 40 hours, 50 hours, 60 hours ഒക്കെ പെർ വീക്ക് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ, അതായത് ഈ April 29 വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, സെപ്റ്റംബർ തൊട്ട് 24 hours മാത്രമേ പെർ വീക്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 35 hours പെർ വീക്ക് നമ്മൾ പഠിക്കാനുള്ള ടൈം ആയിരിക്കും, അതായത് സ്റ്റഡി ടൈം ആയിരിക്കണം 35 hours പെർ വീക്ക് എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് ഏതൊരു കൺട്രിയിലും 20 hours പെർ വീക്കാണ് നോർമലി ഒരു പാർട്ട് ടൈം ജോബിനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷെ പാൻഡമിക്കിന്റെ ടൈമിലാണ് അവർ അതിനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലും ആളുകൾ, അതായത് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, അവർ UK, USA, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിൽ അവർ റിസർച്ച് നടത്തിയിട്ട് അവിടുത്തെയും കാനഡയിലെയും കമ്പയർ ചെയ്തിട്ട് സ്റ്റഡി വിസയിൽ വരുന്ന കുട്ടികളുടെ പാർട്ട് ടൈം ജോബിന്റെ ഒരു പഠനം നടത്തിയതിന്റെ ബേസിലാണ് അവർ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കൂടുതലും ആളുകൾ പഠിക്കുക എന്നുള്ളതിനേക്കാളും പാർട്ട് ടൈം ജോബിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇതിന് ഒരു കട്ട് ഓഫ് വരുത്തുക എന്നുള്ള ഒരു രീതിക്കാണ് അവർ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ ഇപ്പം നമുക്കറിയാം GIC, അതായത് ലിവിങ് എക്സ്പെൻസ് കൂടുതലായ കാരണമാണ് GIC ഉൾപ്പെടെയുള്ള എമൗണ്ടിന് ലാസ്റ്റ് ഇയറിൽ അപ്ഡേറ്റ് അവർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ അപ്രോക്സിമേറ്റ് 10,000 ആയിരുന്നു നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് 20,600 അപ്രോക്സിമേറ്റ് ആണ് ഇപ്പോൾ ലിവിങ് എക്സ്പെൻസ്, അതായത് GIC അക്കൗണ്ടിൽ കാണിക്കേണ്ട ഒരു എമൗണ്ട്. അപ്പം അതും എല്ലാം ഈ ഒരു അപ്ഡേറ്റിൽ വന്ന കാര്യമാണ്. അതേപോലെ തന്നെ പുതിയതായിട്ട് വർക്കിംഗ് അവേഴ്സിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പാർട്ട് ടൈം ജോബിനെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ കൂടുതലായിട്ട് സ്റ്റഡിക്ക് ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ പോകുന്നവർ ഇനി അങ്ങോട്ട് പോകാനായിട്ട്. കാരണം അവരുടെ സ്റ്റഡി ടൈമിൽ ഇപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവരുടെ PSW പോകുമ്പോഴാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പോകുമ്പോഴാണെങ്കിലും ലീഗലി കുറച്ച് അവർ ചെയ്ത സ്റ്റഡി ടൈം അറ്റൻഡ് ചെയ്തോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ലീഗലി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുവാണെങ്കിൽ മാത്രമേ ബാക്കി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവത്തുള്ളൂ. അപ്പൊ അവർ ഈ കൊണ്ടുവരുന്ന അപ്ഡേറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റഡി വിസയ്ക്ക് പോകുന്നവർ മെയിനായിട്ടും ഫോളോ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും അവരുടെ ഫ്യൂച്ചറിന് കുറച്ചും കൂടി നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഷെഡ്യൂൾഡ് ബ്രേക്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം. അതായത് ഇപ്പം സമ്മർ വെക്കേഷൻ പോലത്തെ ടൈമിലൊക്കെ വേണമെങ്കിൽ ഫുൾ ടൈം അവർക്ക് വർക്ക് ചെയ്യാം സ്റ്റുഡൻസിന്. അതല്ലാതെ ഹോളിഡേയ്സിൽ ഇപ്പം എന്തെങ്കിലും സ്ട്രൈക്ക് കാരണം കോളേജസ്, യൂണിവേഴ്സിറ്റീസ് അവധിയായത് കാരണം അങ്ങനെയുള്ള ടൈമിലൊന്നും നമുക്ക് ഫുൾ ടൈം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു കാര്യം കൂടെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് അവർ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള കാനഡ, UK സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളത് പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാനഡ സ്റ്റഡി പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.